എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന അവസരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ വാക്കുകൾ അതുപോലെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. മോഹൻലാൽ സിനിമകൾ പലപ്പോഴും ഗംഭീര സിനിമകളായി ഇറങ്ങുമ്പോഴും അതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്ന വാക്കുകൾ പ്രേക്ഷകർ വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. അതുപോലെ ഇത്തവണ സുജിത് വാസ്തേവ് എന്ന ഈ ചിത്രത്തിന്റെ ക്യാമറാമാൻ പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. മലയാളത്തിലെ മികച്ച ഛായാഗ്രഹന്മാരിൽ ഒരാളാണ് സുജിത് വാസ്തേവ്. കേരള കഫേയിലെ ചെറിയൊരു സെഗ്മെന്റിൽ ക്യാമറ ചലിപ്പിച്ചുകൊണ്ടാണ് സുജിത് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. ശേഷം മെമ്മറീസ്, ദൃശ്യം, അനാർക്കലി തുടങ്ങി ഒരുപിടി മികച്ച ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ലൂസിഫറിലും ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസ്തേവ് തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നൽകിയൊരു അഭിമുഖത്തിൽ സിനിമയിലെ മോഹൻലാലിന്റെ ഇൻട്രോ സീനെ കുറിച്ച് പറഞ്ഞതാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ലൂസിഫറിൽ മോഹൻലാൽ കാറിൽ വരുന്ന സീനിൽ കാറിന് ഒരു ചെരിവുണ്ടായിരുന്നു. ഞങ്ങൾ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കാറിന്റെ ചെരിവിനെ കുറിച്ച് പരസ്പരം പറഞ്ഞിരുന്നു എന്നാണ് സുജിത് പറയുന്നത്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പരസ്പരം പറഞ്ഞ ഒരു കാര്യമായിരുന്നു ആ ഇൻട്രോ സീനിലെ കാറിന്റെ ചരിവ്. ലാൽസാന്റെ നടത്തം പോലെയാണ് അതെന്ന് ആളുകൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ദൈവഭാഗ്യമെന്ന് പറയുന്നത്. ഇത്തവണ അങ്ങനെയൊന്ന് എമ്പുരാനിൽ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. പൂർണ്ണമായും കിട്ടിയില്ലെന്ന് പറയാനാകില്ല. ചെറിയ തോതിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കനകക്കുന്ന് പാലസിലായിരുന്നു ആ ഇൻട്രോ സീൻ ഷൂട്ട് ചെയ്തത്. പാലസിലേക്ക് ഒരു കാറിന് വരണമെങ്കിൽ അങ്ങനെ മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. അന്ന് കാർ വരുന്നത് കണ്ടതും ഞങ്ങൾ പറഞ്ഞു, ലാൽ സാർ വരുന്നത് പോലെ തന്നെയുണ്ടല്ലോ എന്ന്. ഒരു വളവും ചരിവുമൊക്കെ ആയിട്ടാണ് കാറിൻ്റേത്. ഒരു മാസ് എൻട്രി ആയിരുന്നു. അന്ന് ഞങ്ങൾ തന്നെ ഒന്ന് ഞെട്ടിയിരുന്നു. ആ ലൊക്കേഷന് പകരം വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ ചരിവ് കിട്ടില്ലായിരുന്നു. സുജിത് വാസ്തേവ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയായിരുന്നു. കൂടാതെ എമ്പുരാൻ എന്ന സിനിമയിലെ ഗംഭീര ചില സീനുകളെ കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ കൂടുതലൊന്നും അദ്ദേഹം പറഞ്ഞില്ല. കാരണം അത് വലിയ തള്ളായി പോകും എന്നതുകൊണ്ട് തന്നെ. പറഞ്ഞു വന്നാൽ വലിയ തള്ളാകും. ആൾക്കാരൊക്കെ അതിനെ അങ്ങനെ തന്നെ എടുക്കും. കാരണം പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ സീനും ഗംഭീരമാണെന്നുള്ള വാക്കുകൾ തന്നെയാണ് സുജിത് വാസ്തേവിൽ നിന്നും എത്തിയിരിക്കുന്നത്. നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ടീസറിലെ ഒരു രംഗമുണ്ട്. പുറകിൽ ഒരു മരം കത്തി നിൽക്കുന്നു. അതിനു മുന്നിൽ നിൽക്കുന്ന എബ്രഹാം ഖുറേഷിയുടെ പടയാളികളും എബ്രഹാം ഖുറേഷിയിൽ നിന്നും സ്റ്റീഫനായി മാറി മുണ്ടുമടക്കി കുത്തി നിൽക്കുന്ന മോഹൻലാലും ഒരു ഷാഡോ എന്ന രീതിയിൽ ചിത്രീകരിച്ച ഒരു രംഗം ടീസറിൽ മിന്നിമറഞ്ഞു പോയി. അത് മാത്രം പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പ്രേക്ഷകർ ഒരേപോലെ തന്നെ പറഞ്ഞു, ഇതായിരിക്കും ക്ലൈമാക്സ്, ഇതായിരിക്കും അതിലെ ഏറ്റവും പഞ്ചുള്ള സീൻ, ഇതായിരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന സീൻ എന്നൊക്കെ. ആ സീനിനെ കുറിച്ച് തന്നെയാണ് സുജിത് വാസ്തേവിനോട് ചോദിക്കുന്നതും. കാരണം സുജിത്താണല്ലോ അത് ക്യാമറയിൽ പകർത്തിയത്. എങ്ങനെയുണ്ടായിരുന്നു ആ സീൻ എടുത്തപ്പോഴുള്ള കിക്ക് എന്തായിരുന്നു? ആ കിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് സുജിത് വാസ്തേവ് തന്നെ പറയുന്നുണ്ട്. അതൊരു ഉഗ്രൻ സീനാണെന്നും അതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് സീനെന്നും അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ സീനിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ എക്സൈറ്റഡ് ആകുമ്പോൾ പ്രേക്ഷകരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. നമ്മളും കാത്തിരിക്കുന്നത് ആ സീനിന് വേണ്ടിയാണെന്ന് ടീസർ ഇറങ്ങിയപ്പോൾ മുതൽ നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ സുജിത് വാസ്തേവ് എന്ന ക്യാമറാമാനും ആ കാര്യം തന്നെ പറയുന്നു. ആ സീൻ എടുത്തപ്പോഴും അത് DA ചെയ്തപ്പോഴും വിത്തൗട്ട് മ്യൂസിക്കിൽ അത് എഡിറ്റ് ചെയ്തപ്പോഴും ഒക്കെ കണ്ടപ്പോൾ തനിക്കുണ്ടായ കിക്കിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അങ്ങനെ ഒരു സംഭവം വിത്ത് BGM എല്ലാ എഡിറ്റിങ്ങും DAയും ചെയ്ത് കാണുന്ന നമ്മുടെ കാര്യം എന്താകും? അത് തന്നെയാണ് നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു ഗംഭീര സീനെന്ന് പ്രേക്ഷകരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ എമ്പുരാനെ കുറിച്ചും ലൂസിഫറിനെ കുറിച്ചും സുജിത് വാസ്തേവ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലെങ്ങും എമ്പുരാൻ തന്നെയാണ്. എമ്പുരാനിൽ അഭിനയിച്ച പല താരങ്ങളും എമ്പുരാനെ കുറിച്ചുള്ള സൂചനകളും സസ്പെൻസുകളും സർപ്രൈസുകളും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നു. അങ്ങനെ എത്തിയത് കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യരാണ്. എമ്പുരാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിത്രമാണ് മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. പ്രിയദർശിനി ആരോട് സംസാരിക്കുന്നത് എന്ന് ഊഹിക്കാമോ എന്ന അടിക്കുറിപ്പോടെയാണ് നടി ചിത്രം പങ്കുവച്ചത്. മഞ്ജുവിന്റെ സെൽഫിക്ക് പിന്നാലെ എമ്പുരാനിലെ കഥാപാത്രമായ പ്രിയദർശിനി രാംദാസ് ആരോടോ സംസാരിക്കുന്ന സീനിന്റെ ചിത്രവും കാണാനാകും. അത് സ്റ്റീഫൻ നെടുമ്പള്ളി ആണോ അതോ ജതിൻ രാംദാസ് ആണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന എബ്രഹാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ച് തരുമെന്നും വാർത്തകളുണ്ട്. എന്നാൽ ഇത് പഴയ സീനൊന്നുമല്ല, പുതിയ സീൻ തന്നെയാണ്. ഖുറേഷിയും സ്റ്റീഫൻ നെടുമ്പള്ളിയും അല്ല എന്ന് കാണുമ്പോൾ വ്യക്തവുമാണ്. പക്ഷേ മറ്റൊരു ഇമ്പോർട്ടന്റ് കഥാപാത്രം ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ക്യാരക്ടർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല എന്ന് പലരും പറയുന്നതുമുണ്ട്. അതിനെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നതും. അർജുൻ ദാസ് എന്ന താരം ഈ ചിത്രത്തിൽ അഭിനയിച്ചു എന്നതാണ് ചിത്രത്തിന്റെ കാസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. IMDbയിലും മറ്റും എമ്പുരാന്റെ കാസ്റ്റ് ലിസ്റ്റിൽ അർജുൻ ദാസ് ഉണ്ട്. എന്നാൽ അർജുൻ ദാസിന്റെ ക്യാരക്ടർ ഇവർ പുറത്തുവിട്ടിട്ടുമില്ല. അതിന്റെ സംശയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതും. അങ്ങനെ ചില ഹിഡൻ ക്യാരക്ടറുകൾ ഉണ്ടോ എന്നതും പ്രേക്ഷകർ വലിയ രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിവരുടെയൊക്കെ പേര് പറഞ്ഞിരുന്നു.